ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1+2 കമ്പ്യൂട്ടർ സയൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിലെ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ 4 ഭാഗങ്ങൾ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പോയിന്റർ ആൻഡ് സ്ട്രിംഗ് എന്ന പോർഷനാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഈ ഒരു ക്യാരക്ടർ അറേ ശ്രദ്ധിക്കുക. ക്യാർ നെയിം ഓഫ് 10 ഈക്വൽ ടു ബിനുസ്. ഇവിടെ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ സൈസ് 10 ആണ്. സോ അതിലേക്കുള്ള വാല്യൂസും നമ്മൾ ഡയറക്റ്റ്ലി ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലായിരിക്കും. അതായത് 0 to 9 വരെയുള്ള പൊസിഷൻ അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലെറ്റർ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ബിനൂസ് ആണ്. അതിൽ 5 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 to 4 വരെയുള്ള പൊസിഷൻസ് ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യാനും ഫൈനൽ വരുന്ന പൊസിഷൻ, അതായത് സ്ട്രിങ്ങിൻ്റെ എൻഡിങ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ലാസ്റ്റ് വരുന്ന സ്ട്രിങ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അറേയിലേക്ക് നൾ ക്യാരക്ടറും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അറേ സൈസ് ഡിക്ലെയർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടർ പോയിന്റർ ഉപയോഗിച്ചും എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്യാർ സ്റ്റാർ നെയിം ഈക്വൽ ടു ബിനുസ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേക്ക് പകരം നമ്മളിവിടെ ഒരു പോയിന്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ പോയിന്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് സൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എത്ര വലിയ സ്ട്രിങ് ആണെങ്കിലും അതനുസരിച്ചിട്ട് അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നെയിം എന്ന് പറയുന്ന ഒരു പോയിന്ററാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ബിനൂസ് എന്ന് പറയുന്ന ഈ ഒരു അറേയിലേക്കാണ്, അല്ലെങ്കിൽ ബിനൂസ് എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിലേക്കാണ് ഇവിടെ ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് തമ്മിലുള്ള ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ എന്താ, നമ്മൾ സൈസ് മുന്നേ തന്നെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ഡിക്ലെയർ ചെയ്തതിനെക്കാട്ടും കൂടുതൽ സൈസ് വേണമെങ്കിൽ ഈ മെമ്മറി വേസ്റ്റേജിനുള്ള ചാൻസും ഈ ഒരു സിറ്റുവേഷനിൽ വരാറുണ്ട്. അതേസമയം പോയിന്റേഴ്സ് ആണെങ്കിൽ മെമ്മറി വേസ്റ്റേജ് ഇല്ല. അതുപോലെ ആ നെയിം എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റർ ഉപയോഗിച്ച് ഈ ഒരു എൻ്റർ അറേ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? ഇനി അടുത്തതിലേക്ക് നോക്കാം. ക്യാർ str1 ഈക്വൽ ടു ബിനൂസ്. അതായത് സ്ട്രിങ് 1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിൽ നമ്മൾ ബിനൂസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തത് വാല്യൂ ആയിട്ട്. അതുപോലെ ക്യാർ str(2)10 ഈക്വൽ ടു ട്യൂട്ടോറിയൽസ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, സ്ട്രിങ് 2 ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ സൈസ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് ട്യൂട്ടോറിയൽസ് എന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ക്യാർ സ്റ്റാർ str പോയിന്റർ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിളും ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റർ വേരിയബിളും നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സപ്പോസ് str1 സ്ട്രിങ് 1 ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇനിഷ്യൽ അഡ്രസ്സ് 2000 ആണെന്ന് വിചാരിക്കുക. അതായത് ബി എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 2000-ലാണ്, അല്ലെങ്കിൽ സ്ട്രിങ് 1 ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 2000 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിലാണ്. അതുപോലെ സ്ട്രിങ് 2 എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ ഡിക്ലെയർ ചെയ്ത സ്ട്രിങ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 3000 എന്ന് പറയുന്ന ഇനിഷ്യൽ അഡ്രസ്സിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ str2 അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോയിന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 4000-ലാണ്. നെക്സ്റ്റ് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. str പോയിന്റർ ഈക്വൽ ടു സ്ട്രിങ് 1. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, സ്ട്രിങ് 1-ലുള്ള വാല്യൂ നമ്മൾ str പോയിന്ററിലേക്ക് ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അസൈൻ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താ, str പോയിന്ററിൻ്റെ ലൊക്കേഷൻ 4000 ആണ്. 4000-ലേക്ക് നമ്മൾ സ്ട്രിങ് 1-ലുള്ള വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പോയിന്റർ ആയതുകൊണ്ട് തന്നെ str പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് സ്ട്രിങ് 1-ലേക്കായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ str പോയിന്ററിലുള്ളത് 2000 എന്ന് പറയുന്ന ഒരു അഡ്രസ് ലൊക്കേഷനായിരിക്കും ഉണ്ടാകുന്നത്. അതായത് സ്ട്രിങ് 1 എവിടെയാണോ അതിലേക്കാണ് സ്ട്രിങ് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം, നോർമൽ നിങ്ങളൊരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും സ്ട്രിങ്സ് തമ്മിൽ കോപ്പി ചെയ്യാനായിട്ട് strcpy എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ strcpy ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് സ്ട്രിങ്സ് കോപ്പി ചെയ്യാൻ കഴിയൂ. ഒരു സ്ട്രിങ്ങിൽ നിന്ന് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ക്യാരക്ടർ പോയിന്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ചെയ്യാം. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. str പോയിന്റർ ഈക്വൽ ടു str2 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, പക്ഷേ ഒരു നോർമൽ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ അസൈൻമെൻറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്തതല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ് പോയിന്റർ പോയിന്റ് ചെയ്ത് സ്ട്രിങ് 1-ലേക്കാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴേക്കും സ്ട്രിങ് പോയിന്ററിലേക്ക് സ്ട്രിങ് 2-ൻ്റെ വാല്യൂ ആണ് കൊടുത്തതെങ്കിൽ ഈ ഒരു കണക്ഷൻ അവിടെ
ബ്രേക്ക് ആവും, പകരം സ്ട്രിങ് 2ലേക്ക് ലൊക്കേറ്റ് ചെയ്യും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ് പോയിന്ററിനെ ഏതൊരു സ്ട്രിങ്ങിലേക്ക് വേണമെങ്കിലും നമുക്ക് പോയിന്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ട്രിങ് പോയിന്റർ ഉപയോഗിച്ച് എത്ര സ്ട്രിങ്സ് വേണമെങ്കിലും അസൈൻ ചെയ്യാം, അതുപോലെ എത്ര സ്ട്രിങ്സിൻ്റെ വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? Now we can use string pointer just like the array name label. So we could access the third character in the string with cout. Third character is str pointer of 2 end loop. മനസ്സിലായോ? അതായത് ഇപ്പോൾ സ്ട്രിങ് പോയിന്റർ എന്ന് പറയുന്ന ഒരു പോയിന്ററിലേക്ക് നമ്മൾ ആ സ്ട്രിങ്ങിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിന്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ നമ്മളൊരു അറേ നെയിം ഉപയോഗിക്കും. ഇപ്പോൾ അറേ നെയിം ഉപയോഗിച്ച് ഇപ്പോൾ എ എന്ന് പറയുന്ന അറേ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ A0. അപ്പോൾ അങ്ങനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് ഓരോ എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്ട്രിങ് പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് നോർമൽ അറേ ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ക്യാരക്ടേഴ്സ് റിട്രീവ് ചെയ്യാം. അല്ലെങ്കിൽ തേർഡ് ക്യാരക്ടർ ലഭിക്കുന്നതിന് വേണ്ടി str pointer of 2 എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ ആയോ? ഇപ്പോൾ str pointer of 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0, 1, 2 T എന്ന് പറയുന്ന ലെറ്റർ ആയിരിക്കും. സിമിലർലി str pointer of 3 ലൊക്കേറ്റ് ചെയ്യുന്നത് 0 എന്ന ലെറ്റർ ആയിരിക്കും. അതുപോലെ ഈ സെയിം സ്ട്രിങ് പോയിന്റർ അറേ നെയിം ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ സ്ട്രിങ് പോയിന്റർ ഉപയോഗിച്ച് ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിലെ ഓരോ ലെറ്റേഴ്സും നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾസ് ആണിത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. char str of 20, ഇവിടെ സ്ട്രിങ് str of 20 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. char star sp എന്ന് പറയുന്ന ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ളൊരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. ദെൻ cin strലേക്ക് നമ്മൾ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു അല്ലെങ്കിൽ വാല്യൂ റീഡ് ചെയ്തു. സോ ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ പ്രോഗ്രാം എന്ന വാല്യൂ ആണ് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം cout strലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. സോ നമുക്കറിയാം strലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ പ്രോഗ്രാം ആണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രോഗ്രാം തന്നെയാണ്. അതിനുശേഷം നേരത്തെ ആ പ്രോഗ്രാമിൽ കണ്ടതുപോലെ തന്നെ, നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് strലെ കണ്ടന്റ് sp-യിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. sp = str. കണ്ടന്റ് ഓഫ് str ഈസ് കോപ്പീഡ് ഇൻ ടു ദ പോയിന്റർ sp എന്ന് പറയുന്ന പോയിന്ററിലേക്ക് strലെ കണ്ടന്റ് കോപ്പി ചെയ്തു. അതിനുശേഷം sp-യിൽ എന്താണ് കണ്ടന്റ് എന്ന് ഡിസ്പ്ലേ ചെയ്തു. cout sp ഡിസ്പ്ലേസ് ദ സ്ട്രിങ് പ്രോഗ്രാം. അറിയാലോ, sp-യിലുള്ളത് strലെ കണ്ടന്റ് തന്നെയാണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രോഗ്രാം. അതിനുശേഷം cout അഡ്രസ് ഓഫ് str of 0. str of 0യുടെ അഡ്രസ്സാണ്. ഇപ്പോൾ ഡിസ്പ്ലേസ് ദ സ്ട്രിങ് പ്രോഗ്രാം. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാം, കാരണം നോർമലി നമ്മൾ അറേ ചെയ്യുന്ന സമയത്ത് നേരത്തെ അറേ അഡ്രസ് ഓഫ് ഫസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് നമുക്ക് റിട്രീവ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രിങ്ങിൻ്റെ കേസിൽ അങ്ങനെയല്ല. ആംബസൈൻ ഓഫ് str of 0 എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രിങ് ഏതാണോ സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സാണ്, അല്ലെങ്കിൽ ആ സ്ട്രിങ് തന്നെയാണ് അഡ്രസ്സായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് പ്രോഗ്രാം എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. അതിനുശേഷം cout sp+1 നെക്സ്റ്റ് എലമെൻറ്റിലേക്കാണ് അടുത്തത് ലൊക്കേറ്റ് ചെയ്യുന്നത്, അഡ്രസ്സിലേക്കാണ്. ഡിസ്പ്ലേസ് ദ സ്ട്രിങ് ROGRAM, അതായത് P കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് സ്ട്രിങ്സ് ആണ് നമുക്കിവിടെ sp+1 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ അഡ്രസ് ഓഫ് str+1 എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടുന്നത് സെയിം റിസൾട്ട് തന്നെയാണ്, ROGRAM. ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് ലെറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ദ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബൌട്ട് ഡിസ്പ്ലേ ദ സബ്സ്ട്രിങ് സ്റ്റാർട്ടിംഗ് ഫ്രം സെക്കൻഡ് ക്യാരക്ടർ ഓൺവേർഡ്സ്. നമുക്കറിയാലോ, ഈ രണ്ട് ഓപ്പറേഷനും നമുക്ക് കിട്ടിയത് സെക്കൻഡ് ക്യാരക്ടർ തുടങ്ങിയുള്ള ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടിയത്. നെക്സ്റ്റ് വൺ cout str of 0. ഇത് സിംപ്ലി ഒരു അറേ ഓപ്പറേഷൻ ആണ് അല്ലേ. അതായത് A0, A1 എന്ന് പറയുന്നത് സിംപ്ലി അറേ ഓപ്പറേഷൻ. സ്ട്രിങ് 0യിലുള്ള ക്യാരക്ടറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ str of 0യിലുള്ളത് P. അതുപോലെ സ്റ്റാർ sp ഡിസ്പ്ലേസ് ദി ക്യാരക്ടർ P. sp-യിലുള്ള വാല്യൂ P. നെക്സ്റ്റ് വൺ cout അഡ്രസ് ഓഫ് str ഡിസ്പ്ലേസ് ദ ബേസ് അഡ്രസ് ഓഫ് ദി അറേ. അതായത് സിംപ്ലി അറേ നെയിം സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സ് വരുന്നത്, സ്ട്രിങ്ങിൻ്റെ ബേസ് അഡ്രസ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ 2000 ആണെങ്കിൽ 2000 എന്നുള്ള അഡ്രസ് ലൊക്കേഷനാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ അഡ്രസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് അഡ്രസ് ഓപ്പറേറ്റർ ആംബസൈൻ ഓഫ് sp എന്ന് പറയുമ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നത്. Advantages of character pointer. Since there is no size specification, a string of any number of characters can be stored. There is no wastage or insufficiency of memory space, but it should be done with initialization. ക്ലിയർ ആയി? ഇപ്പോൾ ഇവിടെ ഒരു സൈസ് സ്പെസിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ പഠിച്ചതുപോലെ വേസ്റ്റേജ് അവിടെ വരുന്നില്ല.
ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ് ടു കോപ്പി സ്ട്രിങ്. സിമ്പിൾ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പോയിന്റേഴ്സിൽ നമുക്ക് സ്ട്രിങ്സ് കോപ്പി ചെയ്യാൻ സാധിക്കും. എനി ക്യാരക്ടർ ഇൻ ദ സ്ട്രിങ് ക്യാൻ ബി റെഫറൻസ് യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് പോയിന്റർ അരിത്തമെറ്റിക് വിച്ച് മേക്സ് ആക്സസ് ഫാസ്റ്റർ. അതായത് ഏതൊരു ക്യാരക്ടർ വേണമെങ്കിലും നമുക്ക് പോയിന്റർ അരിത്തമെറ്റിക് ഉപയോഗിച്ച് റെഫറൻസ് ചെയ്യും. അതായത് പോയിന്റർ അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ SP ആണ് ഒരു പോയിന്റർ എങ്കിൽ അടുത്ത ലൊക്കേഷനിൽ കിട്ടാൻ SP+1. അപ്പോൾ ഓരോ ലൊക്കേഷനിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ സെയിം ആ ക്യാരക്ടർ പോയിന്റർ ഓപ്പറേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓരോ ലൊക്കേഷനിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ അറേ ഓഫ് സ്ട്രിങ്സ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് ഒപ്റ്റിമൽ യൂസ് ഓഫ് മെമ്മറി സ്പേസ്. അതായത് അറേ ഓഫ് സ്ട്രിങ്സ് അപ്പോൾ സിംഗിൾ അറേ മാത്രമല്ല അറേ ഓഫ് സ്ട്രിങ്സും ഇതുപോലെ തന്നെ ഒപ്റ്റിമൽ യൂസ് ഓഫ് മെമ്മറി സ്പേസ് വളരെ കുറഞ്ഞ യൂസിൽ തന്നെ നമുക്ക് അറേ ഓഫ് സ്ട്രിങ്സും ഉപയോഗിക്കാൻ കഴിയും. അറേ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങളും നമുക്ക് എൻ്റർ ചെയ്യണം. നമുക്കറിയാം ഒരു സിംഗിൾ പോയിന്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടർ അറേ ഉപയോഗിച്ചോ നമുക്കിത് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് അറേ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഇവിടെ ക്യാൻ സ്റ്റാർ നെയിം ഓഫ് 7 എന്ന് പറയുന്ന ഒരു അറേ ഓഫ് സ്ട്രിങ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അറേ ഓഫ് സ്ട്രിങ്സ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് 2 ഡയമെൻഷണൽ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ദിസ് അറേ ക്യാൻ കണ്ടെയ്ൻ എ മാക്സിമം ഓഫ് 7 സ്ട്രിങ്സ്. സോ നമുക്കറിയാം ഈ ക്യാർ നെയിം ഓഫ് 7 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോയിന്റർ അറേയിലേക്ക് നമുക്ക് മാക്സിമം 7 സ്ട്രിങ്സ് എൻ്റർ ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ സൈസ് കൊടുത്തിരിക്കുന്നത് 7 എന്നാണ്. ഈച്ച് സ്ട്രിങ് ക്യാൻ കണ്ടെയ്ൻ എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. അതിൽ ഓരോ സ്ട്രിങ്സും എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ആകാം. മനസ്സിലായോ? പക്ഷേ ഈ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ പോയിന്റർ അറേയിലേക്കുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. അതായത് സ്റ്റാർ വീക്ക് ഓഫ് 7 എന്ന ഒരു പോയിന്റർ അറേ ഉപയോഗിച്ച് നമ്മൾ വാല്യൂസ് എല്ലാം ഇനിഷ്യലൈസ് ചെയ്തു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം ഇനിഷ്യലൈസ് ചെയ്തു. സോ ഇനി അതിനുശേഷം വാല്യൂസ് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. 0 to 7 ലൊക്കേഷൻ, 0, 1, 2, 0 to 6 ലൊക്കേഷൻ അല്ലെങ്കിൽ 0, 1, 2, 3, 4, 5, 6 ലൊക്കേഷൻ. ഓരോ ലൊക്കേഷനിലേക്കും ഓരോ വാല്യൂസ് ആണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇത്ര സൈസുള്ള വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം. സോ ഒരു സ്ട്രിങ് കഴിഞ്ഞതിന് ശേഷം നൾ ക്യാരക്ടർ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ട്രിങ്സിൻ്റെ എൻഡ് സൂചിപ്പിക്കാൻ നൾ ക്യാരക്ടറാണ്. ഫൈനലി നമുക്ക് ഈ എലമെൻറ്റ്സ് എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന ഒരു സിമ്പിൾ കോഡ് ഉപയോഗിച്ചാൽ മതി. ഫോർ I = 0, I<7, I++, cout നെയിം ഓഫ് I. ഇപ്പോൾ ഫസ്റ്റ് ഇറ്ററേഷൻ നെയിം ഓഫ് 0 എന്ന് പറയുമ്പോൾ സൺഡേ എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. നെയിം ഓഫ് 1 എന്ന് പറയുമ്പോൾ മൺഡേ എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതുപോലെ നമുക്ക് വേണമെങ്കിൽ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം. സോ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സിമ്പിൾ കോഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാർ നെയിം ഓഫ് 10, 20. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ 10 നെയിംസ് നമുക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അതുപോലെ അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ 7 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 7 സ്ട്രിങ്സ് എൻ്റർ ചെയ്തതുപോലെ 10 നെയിംസ് എൻ്റർ ചെയ്യാം. സോ അതിന് ഓരോ നെയിമിൻ്റെയും സൈസ് 0 to 19 വരെ ലൊക്കേഷൻ, അതായത് 20 ആണ് അതിൻ്റെ സൈസ്. 20 സൈസ് ആയിട്ടുള്ള 10 നെയിംസ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു അറേ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഡിക്ലെയർ ചെയ്യാം. ക്യാർ നെയിം ഓഫ് 10, 20. അപ്പോൾ സൈസ് എങ്ങനെയായിരിക്കും വരുന്നത്? 10 റോസും അതുപോലെ 20 കോളംസുമുള്ള ഒരു 2 ഡയമെൻഷണൽ അറേ ആണ് ഈ ഒരു ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഈ ഒരു അറേയിൽ 1 ബൈറ്റ് ഓഫ് മെമ്മറി നൾ ക്യാരക്ടറിന് വേണ്ടിയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അറിയാം ഫൈനൽ ലൊക്കേഷൻ അറേയുടെ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ നൾ ക്യാരക്ടർ വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇതിൽ ഓരോ 1 ബൈറ്റ് എപ്പോഴും റിസർവ് ചെയ്തിരിക്കുന്നത് നൾ ക്യാരക്ടറിന് വേണ്ടിയാണ്. ഇനി അടുത്ത ടോപ്പിക്ക് പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. പോയിന്റേഴ്സും സ്ട്രക്ചേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ സ്ട്രക്ട് എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ട് എംപ്ലോയി ഇൻറ്റ് ഇ കോഡ് ക്യാർ ഇ നെയിം ഓഫ് 15 ഫ്ലോട്ട് സാലറി. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ് ഇ കോഡ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഇ നെയിം. അതുപോലെ സാലറി ഫ്ലോട്ടിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പോയിന്റർ, ഈ സ്ട്രക്ചറിൻ്റെ ഒരു പോയിന്റർ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എംപ്ലോയി സ്റ്റാർ ഇ പോയിന്റർ, ദെൻ ഇ പോയിന്റർ ഈക്വൽ ടു ന്യൂ എംപ്ലോയി. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ പോയിന്റർ നമ്മൾ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, മെമ്മറി ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈ പോയിന്റർ ഈസ് എ പോയിന്റർ ദാറ്റ് ക്യാൻ ഹോൾഡ് അഡ്രസ് ഓഫ് എംപ്ലോയി ടൈപ്പ് ഡാറ്റ. അപ്പോൾ ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പോയിന്റർ ആണ് ഈ പോയിന്റർ. അപ്പോൾ ഈ പോയിന്റർ എന്ന് പറയുന്ന പോയിന്ററിൽ ദ എൻറ്റയർ എംപ്ലോയി എന്ന് പറയുന്ന ഫുൾ സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് ഈ പോയിന്ററിൽ ഉണ്ടാവും. അതായത് ഇവിടെ പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചർ ഡാറ്റ. ഈ സ്ട്രക്ചർ ഡാറ്റയിലേക്ക് എംപ്ലോയി പോയിന്റർ എന്ത് ചെയ്യുന്നു, പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ എംപ്ലോയി പോയിന്റർ എന്ന് പറയുന്ന പോയിന്ററിലുള്ള അഡ്രസ്സ് എന്തായിരിക്കും, ഈ സ്ട്രക്ചറിൻ്റെ എൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഈ സ്ട്രക്ചർ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എംപ്ലോയി പോയിന്ററിൽ ഉണ്ടാവുക. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ അലോക്കേഷൻ നടക്കുന്നത്, ഇറ്റ് അലോക്കേറ്റ്സ് 23 bytes ഓഫ് മെമ്മറി ആൻഡ് ഇറ്റ്സ് അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ പോയിന്റ്. നമുക്കറിയാം ഇവിടെ ഈ കോഡിന് 4 byte ഓഫ് മെമ്മറി ഇൻഡിജർ ഡാറ്റ ടൈപ്പാണ്, ക്യാരക്ടറിന് 15, അതുപോലെ ഫ്ലോട്ടിന് 4 bytes ഓഫ് മെമ്മറി. അപ്പോൾ ടോട്ടൽ 23 bytes ഓഫ് മെമ്മറി ആണ് സ്ട്രക്ചർ എംപ്ലോയി എന്ന് പറയുന്നത് മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ മെമ്മറി എവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അഡ്രസ്സ് ഈ പോയിന്ററിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പോയിന്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സ്ട്രക്ചറിലെ വേരിയബിൾസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് താഴെ പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിച്ചാണ്, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്. അതുപോലെ ഈ പോയിന്റർ, അതായത് ഒരു സ്ട്രക്ചറിൽ ഒരു പോയിന്റർ ഉണ്ടെങ്കിൽ ആ പോയിന്റർ ഉപയോഗിച്ച് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചറിലെ വേരിയബിൾസ് നമുക്ക് ആക്സസ് ചെയ്യാം. മനസ്സിലായോ? അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതിനുള്ള സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ചർ പോയിന്റർ ആരോ മാർക്ക്, ഈ ഒരു സിമ്പിളാണ്, അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്ററിന് പകരം പോയിന്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിമ്പിളാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സിമ്പിൾ ഹൈഫൺ ഫോളോഡ് ബൈ ആരോ ഓപ്പറേറ്റർ. മനസ്സിലായോ? ഹൈഫണും ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോയിന്ററാണ് എലമെന്റ് ആക്സസ് ചെയ്യാൻ, പോയിന്റേഴ്സ് ഉപയോഗിച്ച് സ്ട്രക്ചറിലെ എലമെന്റ് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ പോയിന്റർ ഓപ്പറേറ്റർ എലമെന്റ് നെയിം. ക്ലിയർ ആയോ? അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത ഈ പോയിന്റർ ഉപയോഗിച്ച് വാല്യൂസ് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പോയിന്റർ ഓഫ് ഈ കോഡ് ഈക്വൽ ടു ഈ വാല്യൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 657346 എന്ന് പറയുന്ന വാല്യൂ ഈ കോഡിലേക്ക് എൻ്റർ ആവും. അതുപോലെ നമുക്കൊരു വാല്യൂ എൻ്റർ ചെയ്യണമെങ്കിൽ ഗെറ്റ്സ് ഈ പോയിന്റർ ഓഫ് ഈ നെയിം. ഇതുപോലെ CN ഉപയോഗിച്ച് എൻ്റർ ചെയ്യണമെങ്കിൽ സിമിലർ കോഡ് തന്നെ, CIN ഓഫ് ഈ പോയിന്റർ ഓഫ് സാലറി. COUT നമുക്കൊരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ പോയിന്റർ ഓഫ് സാലറി മൾട്ടിപ്ലൈഡ് ബൈ 0.12. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സിംപ്ലി ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുക, ആ എൻ്റർ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രക്ചറിലേക്കായിരിക്കും. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് ഓരോ എലമെൻറ്റും ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിൻ്റെ കോഡ് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഇപ്പം നമ്മൾ എങ്ങനെ ചെയ്തത്, സ്ട്രക്ചറിൻ്റെ പോയിന്റർ സ്ട്രക്ചറിൻ്റെ പുറത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. പകരം സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെ, അല്ലെങ്കിൽ ഇൻസൈഡ് എ സ്ട്രക്ചർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് ഇതാണ്, സ്ട്രക്ട് എംപ്ലോയി ഇൻറ്റ് കോഡ് ക്യാർ ഈ നെയിം ഓഫ് 15 ഫ്ലോട്ട് സാലറി ഇൻറ്റ് സ്റ്റാർ IP. ഇപ്പോൾ ഇവിടെ IP എന്ന് പറയുന്ന ഒരു ഇൻഡിജർ പോയിന്റർ സ്ട്രക്ചറിൻ്റെ അകത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വരാം, ഒബ്വിയസ്ലി ദ എലമെൻറ്റ് IP ക്യാൻ കണ്ടെയ്ൻ അഡ്രസ് ഓഫ് ആൻ ഇൻഡിജർ ലൊക്കേഷൻ. നമുക്കറിയാം ഇവിടെ IP എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ പോയിന്റർ ആണ്. അപ്പോൾ ഇൻഡിജർ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്തായാലും IP എന്ന് പറയുന്ന പോയിന്ററിലുണ്ടാവും. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലുസ്ട്രേറ്റ് ദ യൂസ് ഓഫ് പോയിന്റർ IP. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചറിൻ്റെ അകത്ത് പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പോയിന്റർ IP ഈക്വൽ ടു ന്യൂ ഇൻറ്റോ 5. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് പറയാം, ഈ എംപ്ലോയിയുടെ ഒരു പോയിന്ററാണ് ഈ പോയിന്റർ എന്ന് പറയുന്നത്. സോ ഈ പോയിന്റർ IP ഈക്വൽ ടു ന്യൂ ഇൻറ്റോ 5. ഇവിടെ 5 എന്ന് പറയുന്ന വാല്യൂ ഡൈനാമിക് അലോക്കേഷൻ ഫോർ ഇൻഡിജർ ആൻഡ് ഇനിഷ്യലൈസേഷൻ വിത്ത് 5. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇൻഡിജർ പോയിന്റർ ഡൈനാമിക്കിൽ അലോക്കേറ്റ് ചെയ്തു. മാത്രമല്ല 5 എന്ന് പറയുന്ന വാല്യൂ ഈ IP എന്ന് പറയുന്ന പോയിന്ററിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം COUT സ്റ്റാർ ഓഫ് ഈ പോയിന്റർ IP, അതായത് IP-യിലുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്താ, 5. അതുപോലെ ഇൻറ്റ് N ഈക്വൽ ടു ഈ പോയിന്റർ ഓഫ് സ്റ്റാർ IP പ്ലസ് 1. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇൻറ്റ് N എന്ന് പറയുന്ന ഇൻഡിജർ വേരിയബിളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് IP പ്ലസ് 1 സ്റ്റാർ IP-യിലുള്ള വാല്യൂ 5 ആണ്. 5 പ്ലസ് 1 6 എന്ന് പറയുന്ന വാല്യൂ ആണ് N എന്ന് പറയുന്നതിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവാം, ഒബ്സർവ് ദാറ്റ് ദ വാല്യൂ പോയിന്റഡ് ടു ബൈ IP ക്യാൻ ബി റെഫറൻസ്ഡ് ഇൻ 2 ways. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാം, IP-യിലേക്ക് അല്ലെങ്കിൽ വാല്യൂ നമുക്ക് രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യും. ഒന്നെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് ഈ പോയിന്റർ IP, ഈ ഒരു മെത്തേഡിൽ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാം. അതുപോലെ ഈ പോയിന്റർ ഓപ്പറേറ്റർ സ്റ്റാർ IP, ഈ രണ്ട് മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് റെഫറൻസ് ചെയ്യാം. എ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ പോയിന്റർ ഓഫ് എനി ഡാറ്റ ടൈപ്പ് ആസ് ഇറ്റ്സ് എലമെന്റ്. ഒരു സ്ട്രക്ചറിന് ഏത് ഡാറ്റ ടൈപ്പുള്ള പോയിന്റർ വേണമെങ്കിലും അതിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം.
അതുപോലെ വേണമെങ്കിൽ ഈവൻ ഇറ്റ് മേ ബി ഓഫ് സെയിം സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആസ് ഫോളോസ്. ഒരു സെയിം സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ്. ഉദാഹരണമായി ഇവിടെ സ്ട്രക്ട് എംപ്ലോയി ഇൻറ്റ് ഇ കോഡ് ക്യാർ ഇ നെയിം ഓഫ് 15 ഫ്ലോട്ട് സാലറി എംപ്ലോയി സ്റ്റാർ ഇ പി. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ആ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ പുറത്ത് നമുക്ക് പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ അകത്ത് ഏത് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള പോയിന്റേഴ്സും ഡിക്ലെയർ ചെയ്യാം. സെയിം അതുപോലെ സ്ട്രക്ചറിൻ്റെ അകത്ത് സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള പോയിന്റേഴ്സ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഈ 4 പോയിന്റാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള പോയിന്ററാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ദ എലമെന്റ് ഇ പി ഈസ് എ പോയിന്റർ ഓഫ് എംപ്ലോയി ഡാറ്റ ടൈപ്പ്. ഇവിടെ എംപ്ലോയി ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള എലമെന്റ് ഇ പി എന്ന് പറയുന്ന പോയിന്ററാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അതായത് സ്ട്രക്ചർ തന്നെ സ്ട്രക്ചറിനെ റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താ പറയുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. കുറച്ചുകൂടി ക്ലിയർ ആയി സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. എ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദി എലമെന്റ്സ് ഈസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിലെ ഒരു എലമെന്റ് ആ സെയിം സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ ആണെന്ന് എന്ത് പറയാം, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിലുള്ള പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ആ സെയിം സ്ട്രക്ചർ എലമെന്റിന് തന്നെയാണ്. അതായത് ഇവിടെ ഇ പി എന്ന് പറയുന്നതാണ് ഈ സ്ട്രക്ചർ എലമെന്റിന്റെ പോയിന്റർ. സോ ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ആ സെയിം സ്ട്രക്ചർ എലമെന്റിന് തന്നെയാണ്. അതായത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ എലമെന്റും സെയിം സ്ട്രക്ചറിലെ എലമെന്റ്സ് ആണ് ഇതെല്ലാം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സുനിൽ എന്ന് പറയുന്ന എംപ്ലോയി പോയിന്റ് ചെയ്യുന്നത് ടേബിൾ 12ലേക്കാണ്. ടേബിൾ 12ലെ എംപ്ലോയി അനിലാണ്. അനിൽ പോയിന്റ് ചെയ്യുന്നത് ടേബിൾ 30 നിഷ പോയിന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ടേബിളിലേക്ക് 15 എന്ന് പറയുന്ന ടേബിളിലേക്ക്. സോ നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം ഈ ഓരോ എലമെന്റ്സും അല്ലെങ്കിൽ ഇതെല്ലാം ഒരു സ്ട്രക്ചറിൽ തന്നെ എലമെന്റ്സ് ആണ്. അപ്പോൾ സെയിം സ്ട്രക്ചറിലെ എലമെന്റ്സിനെയാണ് ആ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്